5 തിരികൾ അവിടെ ഈ മാവിൽ നാം ഒഴിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ഓരോ 5 ശുശ്രൂഷയാണ്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും തുടങ്ങുമ്പോഴും ഓരോ തിരി കത്തിക്കും. അങ്ങനെ 5 ബാഹ്യ ഇന്ദ്രിയങ്ങളും 5 ആന്തരിക ഇന്ദ്രിയങ്ങളും പരിപൂർണമായി ഈ ശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കത്തിച്ചു വെച്ച് അഥവാ തിരി കത്തിച്ചു വെച്ച് അതിന്മേൽ ക്രിസ്തുനാമത്തിൽ 3 തവണ റൂഷ്മ ചെയ്ത് ശുശ്രൂഷ ആരംഭിക്കുന്നു. ആദ്യം കിഴക്ക് വശം, പിന്നെ അതിന്റെ മധ്യവശം, പിന്നീട് പടിഞ്ഞാറ് വശത്തെ തിരി, പിന്നീട് വടക്ക് വശത്തെ തിരി, പിന്നീട് വശത്തെ തിരി. ഇത്രയും കാര്യങ്ങളാണ് ഈ ശുശ്രൂഷയുടെ ഉള്ളടക്കം. അത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. മിക്കവാറും നമ്മുടെ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തരവരങ്ങളും ചെയ്യുന്ന ദൈവമായ ആദ്യകടഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച അംഗീകരിക്കപ്പെട്ടതുപോലെ അടിയങ്ങളുടെ ധൂപത്തെയും കൈക്കൊള്ളണമേ. ഹാനോക്കിന്റെ ശുശ്രൂഷ അങ്ങേക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയും അങ്ങേക്ക് പ്രീതികരമായണമേ. പ്രാർത്ഥന നിന്നെ ആനന്ദിപ്പിക്കുമാറാകണമേ. നീതിമാനായ യോബിന്റെ അടുക്ക് ദുഷ്ടൻ ലജ്ജിതനായതുപോലെ നിന്റെ പരിശുദ്ധ സഭയെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിച്ചു പോകുവാനിടയാകണമേ. ശിക്ഷകളും കോപവടികളും അടിയിൽ നിന്ന് നിരോധിക്കണമേ. ആചാര്യനായ സക്കറിയായിക്ക് തന്റെ ശുശ്രൂഷയ നിന്റെ പ്രസംഗനായ ഒന്നാനെ ഇതാരാവുന്നു ചോദിച്ചു. അവർ അവനോടും നസ്രത്തുകാരനായ യേശുവാകും അവനോട് നസ്രത്തുകാരനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ദാവീദുപുത്രനായ യേശു എനിക്ക് കരുണയുണ്ടാകണം. പ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിനാൽ അയക്കപ്പെടുകയും കരുണയോടെ ഞങ്ങളുടെ വേദനകൾ ആശ്വസിപ്പിക്കുകയും കൃപയോടെ ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവും ദൈവരക്ഷിതാവുമായ സുഖപ്പെടുത്തണമേ. ഇവന്റെ കടങ്ങളും ഭാവങ്ങളും ക്ഷമിക്കണമേ. എന്റെ കൽപ്പന ആചരിക്കുവാൻ തെറ്റുന്നവരണമേ. ഇവനെ ന്യായ പ്രമാണം നയിക്കുവാൻ പ്രാപ്തനാക്കണമേ. എന്റെ പരിശുദ്ധന്മാരോടും ഒരുമിച്ചുള്ള ആഗ്രഹീവനാക്കി പാടുന്നവരുടെ ചരണങ്ങളോട് ഒരുമിച്ച് അനശ്വരമായ സൗഭാഗ്യങ്ങൾ ഇവനെ ആനന്ദിപ്പിക്കണമേ. കർത്താവെ നിർമ്മലമായ ആവേഗ പെട്ടെന്നാണ് നിർത്തപ്പെടാൻ തീരുമാനിച്ചത്. ഈ സമയത്ത് ഈ ക്രമം നടത്താനായിട്ട് നമ്മുടെ ക്ഷണപ്രകാരം കടന്നു വന്ന